എല്ലാവർക്കും കുക്ക് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ചിക്കൻ വരട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ വരട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 പിടി ചെറിയ ഉള്ളിയാണ് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, മിൻറ്റ് ലീവ്സ്, പുതിനയുടെ ഇല. അത് ഞാൻ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പൊട്ടിച്ചതാണ്. പിന്നെ 3 പച്ചമുളക്, ചുവന്ന മുളക്. പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് വേണം. നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല. പിന്നെ വേണ്ടത് മസാലയാണ്. ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഏലക്കായ, 5-6 ഗ്രാമ്പു, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 കഷ്ണം കറുവപ്പട്ട. പിന്നെ നമ്മുടെ ചിക്കൻ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇതുപോലെ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാവട്ടെ. ഇവിടെ ഭയങ്കര മഴയാണ്, മഴയുടെ ശബ്ദമാണ് കേൾക്കണത്. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മസാല ഇതിലിട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ഏലക്കായ ഞാൻ എപ്പോഴും തൊലി കളഞ്ഞാണ് ഉപയോഗിക്കാറ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിയ പീസായിട്ട് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പോൾ ചുവന്ന മുളകും പച്ചമുളകും നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ നടുമുറിക്കുന്നത് എന്താണെന്നറിയോ? അത് ചൂടാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മുറിച്ചിടുന്നത്. ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കാം, പക്ഷേ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഉള്ളി നന്നായി മൂക്കണ വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി പുതിന ഇല കൂടി ഇട്ട് കൊടുക്കാം. പുതിന ഇവിടെ ഫ്രഷ് ആയിട്ട് ഞാൻ ഇവിടുന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം ഉണ്ട്. അതിൻ്റെ ആ തണ്ട് നിങ്ങൾക്ക് കാണാം. അത് ആ മുകൾ ഭാഗത്ത് ആ ഒരു തളിർത്ത് വരുന്ന ആ ഭാഗമാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ അരയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. 1-2 ടീസ്പൂൺ മാത്രം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ഓൾറെഡി പച്ചമുളകും ചുവന്നമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, നമ്മൾ നേരത്തെ തന്നെ ആദ്യം മസാല അരച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മസാലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയൊന്നുമല്ല കേട്ടോ. ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചപ്പാത്തിക്കായാലും ചോറിനായാലും അടിപൊളിയാണ്. ഇനി ഇതൊന്ന് അടച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കറിക്ക് മുറിക്കുന്ന അതേ പീസ് വലുപ്പമാണ് കുറച്ചുകൂടിയും ഈ ഒരു കറിക്ക് നല്ലത്. ഞാനിപ്പോൾ ഇത് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മേടിച്ചു എന്നേ ഉള്ളൂ. ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം.
കുറച്ചുകൂടിയൊക്കെ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ പക്ഷേ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ ഒരു മിനിറ്റോളം അടച്ചിട്ടിട്ടും കുക്ക് ചെയ്യണം. അതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇത് നല്ല ഡാർക്ക് കളറായിട്ട് മാറും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചട്ടിയിൽ വെക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.